ബി.ജെ.പിയുടെ കരുത്തുറ്റ മുന്നേറ്റത്തിൽ കേരളത്തിലെ അഴിമതി മുന്നണികൾ അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ നിശബ്ദ തരംഗം വോട്ടെണ്ണി കഴിയുമ്പോൾ ബി.ജെ.പിയുടെ വൻ വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഓരോ ബൂത്തിലെയും കൃത്യമായി കണക്കുകൾ വിലയിരുത്താൻ ബി.ജെ.പി സംസ്ഥാന കോർ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു. ഇടത് വലത് മുന്നണികളുടെ കുത്തക മണ്ഡലങ്ങളിൽ ഇത്തവണ താമര വിരിയുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ തിരുവനന്തപുരം, കുന്നത്തുനാട്, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും ബി.ജെ.പി അട്ടിമറി വിജയം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 5 സീറ്റിന് മുകളിൽ വിജയിക്കുമെന്നും വോട്ട് വിഹിതത്തിൽ ചരിത്രപരമായ വർധനവുണ്ടാകുമെന്നുമാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് സർക്കാരിനെതിരെയുള്ള ജനവിധിയായാണ് കാണുന്നത്. പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ 79.63% പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ വലിയൊരു വിഭാഗം യുവാക്കളും സ്ത്രീകളുമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 6.22 ലക്ഷം കൂടുതൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീക്ഷേമ പദ്ധതികളിലുള്ള വിശ്വാസം മൂലമാണെന്ന് വ്യക്തം. പുരുഷന്മാരെക്കാൾ 13.63 ലക്ഷം കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തിയത് LDF-ന്റെയും UDF-ന്റെയും കപട രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഒരു കോർ കമ്മിറ്റി അംഗവും 2 സംസ്ഥാന ഭാരവാഹികളും അടങ്ങുന്ന സംഘം ഓരോ ജില്ലയിലും നേരിട്ടെത്തി പരിശോധന നടത്തും. ഈ മാസം 30-നകം പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലൂടെ LDF-നെയും UDF-നെയും നിഷ്പ്രഭമാക്കാൻ ബി.ജെ.പിക്ക് പറ്റിയിട്ടുണ്ട്. അഴിമതിയും വികസന മുരടിപ്പും മുഖമുദ്രയാക്കിയ ഇരു മുന്നണികൾക്കും കേരളത്തിലെ പ്രബുദ്ധരായ ജനത നൽകിയ പ്രഹരം മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ ലോകമറിയും. കേരളത്തെ മാറി മാറി ഭരിച്ചു മുടിച്ച LDF-UDF അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് ബി.ജെ.പി ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. അഴിമതിയും കമ്മീഷൻ രാജ്യം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇരു മുന്നണികളെയും ജനങ്ങൾ അറബിക്കടലിൽ എറിയുന്ന കാഴ്ചയാണ് വോട്ടെടുപ്പിൽ ഉടനീളം ദൃശ്യമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്കുകൾ പുറത്തു വരുമ്പോൾ വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണ്. 5 സീറ്റിന് മുകളിൽ വിജയിക്കുമെന്ന ബി.ജെ.പി കോർ കമ്മിറ്റിയുടെ ആത്മവിശ്വാസം വെറും വാക്കല്ല, മറിച്ച് താഴെത്തട്ടിൽ സംഭവിച്ച വലിയൊരു രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പ്രതിഫലനമാണ്. മഞ്ചേശ്വരത്തും പാലക്കാടും നേമത്തും ബി.ജെ.പിയെ തടയാൻ LDF-ഉം UDF-ഉം ചേർന്ന് നടത്തിയ വോട്ട് കച്ചവടങ്ങൾ ഇത്തവണ വിലപ്പോകില്ല. അഴിമതിയുടെയും വർഗീയ പ്രീണനത്തിന്റെയും പുകമറകൾ ഭേദിച്ച് കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയുക തന്നെ ചെയ്യും. ബി.ജെ.പിയുടെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജനവിധി അട്ടിമറിക്കാൻ നോക്കിയവർക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ കനത്ത പ്രഹരമേൽക്കും. ബൂത്ത് തല കണക്കുകൾ പരിശോധിക്കാൻ സംസ്ഥാന നേതാക്കൾ ജില്ലകളിലേക്ക് ഇറങ്ങുന്നത് വിജയം ഉറപ്പിച്ച മണ്ഡലങ്ങളിൽ ജാഗ്രത പുലർത്താനാണ്. കേരളം ഇനി വികസനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പാതയിലേക്ക് ചുവടുവെക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബി.ജെ.പി ക്യാമ്പുകളിൽ നിന്നുള്ള ഈ പടപ്പുറപ്പാട്.